കുഞ്ഞിലെ മുതലേ യോഗ ടീച്ചർ ആവണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ 5ാം ക്ലാസ് തൊട്ടാണ് യോഗ ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ 10 വർഷമായിട്ട് യോഗ ചെയ്യുന്നുണ്ട്. മൂന്ന് നാഷണൽ മെഡലുണ്ട്, പിന്നെ 10 സ്റ്റേറ്റ് മെഡൽസും ഉണ്ട്. സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും എല്ലാം സപ്പോർട്ടായിരുന്നു. മത്സരത്തിന് പോയി ക്ലാസ് പോയാലും നമുക്ക് വീണ്ടും എല്ലാം പറഞ്ഞു തരും. ഫുൾ സപ്പോർട്ടാണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത് ഇന്ത്യക്ക് വേണ്ടി ഒരു മെഡൽ മേടിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നമസ്കാരം. യോഗ മത്സരങ്ങളിൽ സ്വർണം ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങൾ നേടിയ രേവതി രാജേഷിനി യോഗാധ്യാപിക സ്റ്റേറ്റ് റിസോഴ്സ് സെൻറ്ററിൻ്റെ യോഗ പരിശീലനം പൂർത്തിയാക്കി അധ്യാപനത്തിനുള്ള അംഗീകാരം നേടിയിരിക്കുകയാണ് രേവതി. ഇൻ്റർനാഷണൽ മത്സരങ്ങളിൽ പങ്കെടുത്ത് സംസ്ഥാനത്തിന് നിരവധി സമ്മാനങ്ങളാണ് രേവതി നേടിക്കൊടുത്തത്. രേവതിയെ ഞങ്ങൾ ആദ്യം കാണുമ്പോൾ രേവതിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു അധ്യാപിക ആകുക എന്നുള്ളത്. അതിപ്പോൾ സാധിച്ചിരിക്കുന്നു അല്ലേ മോളെ? എങ്ങനെയുണ്ട്? സന്തോഷമുണ്ട്. കുഞ്ഞിലെ മുതലേ യോഗ ടീച്ചർ ആവണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസം യോഗ DYTയുടെ യോഗ ടീച്ചർ ട്രെയിനിങ് കോഴ്സ് പാസ്സായി. ഡിപ്ലോമയായിരുന്നു. സർട്ടിഫിക്കറ്റ് കിട്ടി. ഇനിയിപ്പം യോഗ ടീച്ചറായിട്ട് ജോലിയിലേക്ക് കയറി. ഇപ്പോൾ മോൾ പഠിക്കുന്നുണ്ടല്ലോ? ഇപ്പം യോഗയാണോ ഡിഗ്രി തേർഡ് ഇയർ പഠിക്കുന്നത്. സെന്റ് ഡൊമിനിക്സ് കോളേജിൽ BCom കാഞ്ഞിരപ്പള്ളി. അതെ. എത്രത്തെ ക്ലാസ് മുതലാണ് ഈ യോഗയിലേക്ക് കടന്നത്? ഞാൻ 5ാം ക്ലാസ് തൊട്ടാണ് യോഗ ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ 10 വർഷമായിട്ട് യോഗ ചെയ്യുന്നുണ്ട്. സ്കൂളിലെ റെജി എന്ന് പറഞ്ഞ ടീച്ചർ ഞങ്ങളുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ടീച്ചറായിരുന്നു. SNDPHSS വെൺകുറിഞ്ഞി റെജി ടീച്ചറാണ് യോഗയിലേക്ക് കൊണ്ടുവന്നത്. അന്ന് ആദ്യ മത്സരത്തിൽ തന്നെ സ്വർണം നേടിയിരുന്നോ? ഇല്ല, ആദ്യമൊക്കെ മത്സരത്തിന് മുമ്പ് മെഡൽ കിട്ടാതെ വിഷമമായിരുന്നു. പിന്നെ വീണ്ടും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പിന്നുള്ള മത്സരത്തിന് പോകും. അങ്ങനെ മെഡൽ കിട്ടും. ജില്ലയിൽ നിന്ന് മെഡൽ കിട്ടും സ്റ്റേറ്റിലോട്ട്. പിന്നെ സ്റ്റേറ്റിൽ നിന്ന് മെഡൽ കിട്ടത്തില്ല. പിന്നെ അടുത്ത മത്സരത്തിന് സ്റ്റേറ്റിൽ നിന്ന് മെഡൽ കിട്ടാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ സ്റ്റേറ്റിൽ നിന്ന് മെഡൽ കിട്ടി. പിന്നെ നാഷണൽസ് പോകുമ്പോൾ മെഡൽ കിട്ടത്തില്ല. അപ്പോൾ വീണ്ടും പ്രാക്ടീസ് ചെയ്യും. എല്ലാം ഒന്ന് പഠിച്ച് മത്സരം എങ്ങനെയാണെന്നൊക്കെ പഠിച്ച് വീണ്ടും പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ 3 നാഷണൽ മെഡലുണ്ട്, പിന്നെ 10 സ്റ്റേറ്റ് മെഡൽസും ഉണ്ട്. എവിടേക്കാണ് പോയിട്ടുള്ളത് മത്സരത്തിനായി? മത്സരത്തിന് ഡൽഹി, കൊൽക്കത്ത, ആസാം, പഞ്ചാബ്, ഒഡീഷ, പിന്നെ കേരളത്തിലുണ്ടായിരുന്നു നാഷണൽസ്. കഴിഞ്ഞിടയ്ക്ക് മൈസൂർ, പല സ്ഥലത്തായിട്ട് 10 നാഷണൽസ് പോയിട്ടുണ്ട്. ഈ പരിമിതമായ ഒരു ചുറ്റുപാടാണ് രേവതിയുടെ. അങ്ങനെ നിന്നുകൊണ്ട് എങ്ങനെ അച്ഛനും അമ്മയൊക്കെയാണോ മോളെ ഇതിലേക്ക് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയത് മത്സരത്തിന് വേണ്ടിയിട്ട്? അതെ, സ്റ്റേറ്റൊക്കെ മത്സരിക്കാൻ അച്ഛനും അമ്മയും തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. പിന്നെ നാഷണൽസ് പോകുമ്പം സർക്കാരിൻ്റെയാണ് എല്ലാ ചിലവും, സർക്കാർ തന്നെയാണ്. ഒരു ടീമായിട്ടല്ലേ പങ്കെടുക്കുന്നത് യോഗ ഇൻ്റർനാഷണൽ മത്സരങ്ങളൊക്കെ? അതെ, ടീമായിട്ടാണ്. കേരള ടീമായിട്ടാണ് മത്സരത്തിന് പോകുന്നത്. ഞങ്ങൾ കണ്ടപ്പോൾ നിരവധി സമ്മാനങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു. മറ്റേ മെഡലുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു സ്വർണ്ണമുണ്ട്. പിന്നെ എത്ര മെഡലുകളാണുള്ളത്? 2 ബ്രോൺസും 1 ഗോൾഡുമാണ് നാഷണൽ മെഡൽ ഉള്ളത്. സ്റ്റേറ്റ് ഗോൾഡും സിൽവറും ബ്രോൺസും ഉണ്ട്. ഈ പഠനത്തോടൊപ്പം തന്നെ മോൾക്ക് ഈ ഒരു കരിയർ എങ്ങനെ കൊണ്ടുപോയത്? പഠനത്തിനോടൊപ്പം രാവിലെ പ്രാക്ടീസ് ചെയ്യും. പിന്നെ സമയം കിട്ടുന്നതിനനുസരിച്ചാണ് യോഗ ചെയ്യുന്നത്. എപ്പോൾ വേണേലും നമുക്ക് പ്രാക്ടീസ് ചെയ്യാമല്ലോ. അങ്ങനെ രണ്ടും കൂടെ ഒന്നിച്ച് കൊണ്ടുവന്നു. സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും എല്ലാം സപ്പോർട്ടായിരുന്നു. മത്സരത്തിന് പോയി ക്ലാസ് പോയാലും നമുക്ക് വീണ്ടും എല്ലാം പറഞ്ഞു തരും. ഫുൾ സപ്പോർട്ടാണ്. ഏതായാലും യോഗയിലൂടെ ഒരു സെലിബ്രിറ്റി ഒക്കെ ആയിട്ടുണ്ടല്ലേ? പലയിടങ്ങളിലും സ്കൂളുകളിലൊക്കെ താരമാണോ കോളേജിലെ? അതെ, ചെറുതായിട്ടൊക്കെ ആണ്. അവിടെ എങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ? കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്, ക്ലാസ് എടുക്കുന്നുണ്ട്. പിന്നെ ടീം ഇറങ്ങുന്നുണ്ട് കോളേജിൽ നിന്ന്. യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ടീം സെറ്റ് ചെയ്യുന്നുണ്ട്. അതും ഞാൻ തന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. അതുപോലെ ഇപ്പം മറ്റുള്ള സ്ഥലങ്ങളിൽ എങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ? ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ ഇപ്പം പഠിപ്പിക്കുന്നുണ്ട്. അവധിക്ക് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അടുത്തുള്ള ഒരു വീട്ടിലും പഠിപ്പിക്കുന്നുണ്ട്. പോക്കറ്റ് പണിയൊക്കെ ഉണ്ടോ? ചെറുതായിട്ടൊക്കെ ഉണ്ട്. വരുമാനം ചെറുതായിട്ട് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ടീച്ചറായിട്ടുണ്ട് യോഗയുടെ. അപ്പോൾ എവിടെ വേണമെങ്കിലും ക്ലാസ് എടുക്കാനുള്ള ഒരു അംഗീകാരം നേടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് അടുത്ത ലക്ഷ്യം, അടുത്ത പ്ലാൻ? ഇനി ഒരു യോഗ ടീച്ചറായിട്ട് കയറണം. ഏതെങ്കിലും സ്കൂളിലോ അല്ലെങ്കിൽ ഒരു യോഗ സെന്റർ തുടങ്ങാനോ ഒക്കെയാണ് ആഗ്രഹം. ഒരുപാട് ക്ലാസ്സുകളൊക്കെ കിട്ടാൻ അങ്ങനെയൊക്കെ പ്ലാൻ ഉണ്ടോ? ക്ലാസ് ഒരുപാടടുത്ത് എടുക്കണമെന്ന് ഉണ്ട്. പിന്നെ കുറേ ആൾക്കാർക്കൊന്നും യോഗയെക്കുറിച്ച് അറിയത്തില്ല. അവർക്കൊക്കെ ഒരു അവയർനെസ് കൊടുത്ത് കുറേ ആൾക്കാരെ യോഗയിലേക്ക് കൊണ്ടുവരണം. പിന്നെ പിള്ളേരാണേലും മത്സരത്തിനൊക്കെ കുറേ ആൾക്കാർക്ക് അറിയത്തില്ല എങ്ങനെ ആ മത്സരത്തിന് പോകുന്നേ, എവിടെയാണ് നടക്കുന്നത്, അതെങ്ങനെയാണ് പങ്കെടുക്കുന്നതെന്നൊന്നും. അപ്പം അങ്ങനെയുള്ളവരെയൊക്കെ ഉയർത്തിക്കൊണ്ട് വരണം, മത്സരത്തിനൊക്കെ പങ്കെടുപ്പിക്കണം. അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്. അപ്പം യോഗയിൽ ഒരുപാട് താരങ്ങളെ ഇനിയും വളർത്തിയെടുക്കും. അതെ, വളർത്തിയെടുക്കും.
ഇനിയും ഡിഗ്രി കഴിഞ്ഞാലും ഒരു MSc യോഗ എടുക്കാനാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ കൂടുതൽ ടീച്ചിങ്ങിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനും കൂടുതൽ അവസരങ്ങൾ കിട്ടാനും അതായിരിക്കും നല്ലതെന്ന് വിചാരിക്കുന്നത്. അപ്പം എൻ്റെ ടീച്ചർ റെജി ടീച്ചറാണ് ഇപ്പോൾ ഡിപ്ലോമ എടുക്കാൻ പറഞ്ഞത്. അങ്ങനെയാണ് ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തത്. അപ്പം ഇനി MSc യോഗ എടുക്കാനാണ് ആഗ്രഹം PGക്ക്. അതാകുമ്പോൾ കുറച്ചുകൂടെ അവസരങ്ങളും കിട്ടും, കൂടുതൽ ജോലി സാധ്യതയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഒളിമ്പിക്സിൽ പോയി മത്സരിച്ച് ഒരു മെഡൽ കൊണ്ടുവരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ വിദ്യാർത്ഥിയാണ്, അതോടൊപ്പം തന്നെ ഒരു അധ്യാപികയുമാണല്ലേ, സന്തോഷമുണ്ട്? അതെ, സന്തോഷമുണ്ട്. ഇപ്പം 10 വർഷമായിട്ട് യോഗ സ്റ്റുഡൻ്റ് ആണ്. ഇപ്പം ഒരു വർഷമായിട്ട് യോഗ ടീച്ചറാണ്. ഈ മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ യോഗയ്ക്ക് അവർക്ക് കൊടുക്കുന്ന പ്രാധാന്യമൊക്കെ എങ്ങനെയാണ്, ആ അവസരങ്ങളൊക്കെ അറിയാമോ? മറ്റുള്ള സ്റ്റേറ്റിൽ യോഗയ്ക്ക് നല്ല പ്രാധാന്യമുണ്ട്. അവർ കുറേ ആൾക്കാരുണ്ട്, നല്ല പ്രാക്ടീസ് ഉണ്ട്, യോഗയ്ക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഒരു ഇതിൽ കേരളത്തിലാണ് ഏറ്റവും കുറവെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് അടുത്ത ലക്ഷ്യം? ഒളിമ്പിക്സിൽ പങ്കെടുത്ത് ഇന്ത്യക്ക് വേണ്ടി ഒരു മെഡൽ മേടിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഏതായാലും രേവതിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിരവധി സ്വർണങ്ങളാണ് രേവതി വാങ്ങിയത്, നിരവധി സമ്മാനങ്ങളാണ് രേവതി യോഗയിലൂടെ നേടിയെടുത്തത്. ഇപ്പോൾ പരിമിതമായ ഒരു ജീവിത സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ കുട്ടി ഇത്രയ്ക്കും വളർന്നത്. പഠന കാര്യങ്ങളിലും യോഗപരമായ കാര്യങ്ങളിലുമൊക്കെ മുൻപന്തിയിൽ തന്നെ നിൽക്കുകയാണ്. ഒടുവിൽ രേവതിയുടെ ആഗ്രഹം പോലെ തന്നെ ഒരു അധ്യാപിക എന്നുള്ളൊരു അംഗീകാരം നേടിയെടുത്തിരിക്കുന്നു. ഇനി കൂടുതൽ ആളുകളെ പഠിപ്പിക്കുവാൻ താൻ തയ്യാറാണ്. അതിനിടയിൽ ചില ക്ലാസ്സുകളൊക്കെ നടത്തി തൻ്റെ പഠന ആവശ്യങ്ങൾക്കുള്ള ചിലവും കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് ഈ കൊച്ചുമുടിക്ക്. ഏതായാലും എല്ലാവിധ ആശംസകളും നേരുകയാണ് രേവതിക്ക്. ക്യാമറാമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.